അനുദിനം യേശുവിനോടൊപ്പം. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യം. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളെയും കുറിച്ച് നമുക്ക് ആശങ്കയുണ്ട്. നാളെയെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച് എന്തായിത്തീരും എന്നൊക്കെ നാം പലപ്പോഴും വിചാരപ്പെടാറുണ്ട്. എന്നാൽ കർത്താവായ യേശു നമ്മോട് പറയുന്നത് ഇതാണ്: മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. അതായത്, നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നാം ദൈവത്തിന് നൽകണം. നമ്മുടെ സമയം, തീരുമാനങ്ങൾ എല്ലാത്തിലും ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. പലപ്പോഴും നാം പ്രശ്നങ്ങൾക്കാണ് ഒന്നാം സ്ഥാനം നൽകുന്നത്. എന്നാൽ ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. ആദ്യം കർത്താവിനെ അന്വേഷിക്കുക. ദൈവരാജ്യവും ദൈവനീതിയും സംബന്ധിച്ചുള്ളതായിരിക്കണം നമ്മുടെ മുഖ്യ താല്പര്യം. നമ്മുടെ സ്വന്തം ആവശ്യങ്ങളെക്കുറിച്ചുള്ളതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ നാം ഇതിന് നൽകണം. ഒന്നാമതായി നാം ദൈവരാജ്യം അന്വേഷിക്കണം. അതായത്, ദൈവത്തിൻ്റെ മഹത്വം, ശക്തി, ദൈവീക അധികാരം എന്നിവ നാം നമ്മുടെ ജീവിതത്തിൽ അംഗീകരിക്കണം. ദൈവീക ഭരണം നമ്മുടെ ജീവിതത്തിൽ സാധ്യമായി തീരാൻ നാം സമർപ്പിക്കപ്പെട്ടവരായിരിക്കണം. ദൈവഹിതത്തിന് മുഖ്യസ്ഥാനം നൽകുന്ന ജീവിതമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മുടെ തീരുമാനങ്ങളിൽ ദൈവവചനത്തിന് സ്ഥാനം നൽകണം. അങ്ങനെ ദൈവഹിതം അന്വേഷിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം നാം നയിക്കണം. ഇതാണ് ദൈവരാജ്യം അന്വേഷിക്കുന്ന ജീവിതം. അതുപോലെ നാം ദൈവനീതിയും അന്വേഷിക്കണമെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവനീതി അന്വേഷിക്കുക എന്നതിലൂടെ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ വചനത്തിന് അനുസൃതമായി ക്രമീകരിക്കുക എന്നതാണ്. നമ്മുടെ മുൻഗണന ദൈവത്തിൻ്റെ നീതിയായിരിക്കണം. ദൈവം നീതിമാനായിരിക്കുന്നത് പോലെ നാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നീതി പുലർത്തുന്നവരായിരിക്കണം. ഇങ്ങനെ നാം ദൈവരാജ്യവും ദൈവനീതിയും ഒന്നാമത് അന്വേഷിച്ച് ജീവിക്കുമ്പോൾ കർത്താവ് നമുക്ക് ഈ വചനത്തിൽ അതിമഹത്തായ ഒരു വാഗ്ദത്തം നൽകുന്നു: ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഈ ലോകത്തിലെ നമ്മുടെ സകല ആവശ്യങ്ങളും നിറവേറ്റുവാൻ ശക്തനാണ് നാം സേവിക്കുന്ന നമ്മുടെ ദൈവം. നാം ചോദിക്കുന്നതിന് മുൻപേ തന്നെ നമ്മുടെ സകല ആവശ്യങ്ങളും അറിയുന്ന സ്വർഗീയ പിതാവാണ് നമുക്കുള്ളത്. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കും എന്നിവയെക്കുറിച്ചൊന്നും വിചാരപ്പെടരുതെന്ന് കർത്താവ് ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്വർഗീയ പിതാവ് ഇവയെല്ലാം നമുക്ക് ആവശ്യമാണെന്ന് അറിയുന്നു. അതിനാൽ നാളെയെക്കുറിച്ചുള്ള ഭയം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ അനുവദിക്കരുത്. നമ്മുടെ സകല ആവശ്യങ്ങളും സ്തോത്രത്തോടുകൂടെ പിതാവായ ദൈവത്തോട് അറിയിക്കുവാൻ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന സ്വർഗീയ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. വിശ്വസ്തനായ ദൈവത്തിങ്കൽ നമുക്ക് പ്രത്യാശ വയ്ക്കാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒന്നാം സ്ഥാനം നാം എപ്പോഴും ദൈവത്തിന് നൽകണം. മറ്റുള്ള കാര്യങ്ങളെ അതതിൻ്റെ ശരിയായ സ്ഥാനത്ത് വയ്ക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. അതുകൊണ്ട് ഭയപ്പെടേണ്ട. മുൻപേ ദൈവരാജ്യം അന്വേഷിക്കാം. ദൈവത്തിൻ്റെ നീതി നമ്മുടെ ജീവിതത്തിൽ അന്വേഷിക്കാം. നമ്മുടെ ജീവിതം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അപ്പോൾ സ്വർഗീയ സമാധാനം അനുഭവിച്ച് ക്രിസ്തുവിൽ സന്തോഷിക്കുന്ന ഒരു ജീവിതം നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു.
ഞങ്ങളുടെ സകല ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അറിയുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റി തരണമേ. അതിനായി ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. നാളെയെക്കുറിച്ച് ഭയപ്പെടാതെ അങ്ങിൽ വിശ്വസിച്ച് അങ്ങിൽ ആശ്രയിച്ച് ധൈര്യത്തോടെ അനുദിനം ജീവിക്കുവാൻ കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.